അധ്യക്ഷൻ സണ്ണി ജോസഫ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സണ്ണി ജോസഫ്, ഇന്നലെ രാത്രി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി ഒരു പരിശോധന നടത്തിയത് വലിയ വിവാദമായി വരുന്നുണ്ട്. താങ്കൾ ആ വിഷയം ശ്രദ്ധിച്ചിരുന്നോ? ഈ ഉദ്യോഗസ്ഥരുടെ നടപടി എങ്ങനെ കാണുന്നു? ഞാനത് മനസ്സിലാക്കി. അത് വളരെ ബോധപൂർവമാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട അറിയപ്പെടുന്ന ജനപ്രതിനിധികളെ ബോധപൂർവം അവഹേളിക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ വാഹനം നിർത്തിയത്. അതിൽ MP ബോർഡ് ഉണ്ടായിരുന്നു. നിർത്തിച്ചത് മനസ്സിലാക്കാം. ആരാണെന്ന് അറിയാൻ വേണ്ടി നിർത്തിച്ചു. MPയും MLAയുമാണ് അതിൽ യാത്ര ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. എന്നിട്ടും ആ വാഹനത്തിന്റെ ഡിക്ക് തുറക്കാൻ ആവശ്യപ്പെട്ടു. ഡിക്കിൽ വേറൊന്നും കണ്ടില്ല. പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടു. ഇത് വളരെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു അവഹേളനം തന്നെയാണ്. അധികാരത്തിന്റെ ദുർവിനിയോഗം തന്നെയാണ്. ഇത് പാലക്കാടിന്റെ ഒരു തനി ആവർത്തനമാണ്. ഗവൺമെന്റിന് തിരിച്ചടിയാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ദേഹവിഷയമാണ്, പക്ഷപാതപരമാണ്. ശ്രീ സണ്ണി ജോസഫ്, അങ്ങനെ ഒരു പരിശോധന അരുത് എന്ന നിയമമില്ലാത്ത നാട് കൂടിയാണല്ലോ. അപ്പോ അങ്ങനെ ഒരു പരിശോധന ഉണ്ടാകുമ്പോൾ അതിൽ നിങ്ങൾക്ക് എതിർസ്വരം അറിയിക്കാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറിയ രീതി ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഞങ്ങള് ഭയവിഷയമായിട്ടുള്ള പരിശോധനയാണെന്ന് പ്രകടമല്ലേ. LDFന്റെ ആരുടെയെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഇത് രണ്ടാമത്തെ ഒരു ആവർത്തനമല്ലേ. പാലക്കാട് കണ്ടതല്ലേ. കേരളത്തിൽ നമുക്കറിയാം, ഒരു ജനപ്രതിനിധിയുടെ വാഹനം അത് തുടർന്ന് പരിശോധിക്കാറില്ല. അത് അസാധാരണമാണ്. മനഃപൂർവ്വം തന്നെയാണ്. അപ്പോ ഷാഫിയെയും രാഹുലിനെയും ടാർഗറ്റ് ചെയ്യുന്നു എന്നൊരു ആരോപണമാണോ ഉള്ളത്? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. പക്ഷേ അതിനോടുള്ള രാഹുലിന്റെ പ്രതികരണം നിങ്ങൾ എൻഡോസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി പ്രതികരിക്കേണ്ടത്? ഒരു പരിശോധന ഉണ്ടാകുമ്പോൾ വിയോജിപ്പുണ്ടെങ്കിൽ രേഖപ്പെടുത്താം, നിയമപരമായി അതിനെതിരെ പോരാടണമെങ്കിൽ പോരാടാം. അതിനപ്പുറം ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന തലത്തിലേക്ക് ഒരു ജനപ്രതിനിധി മാറാൻ പാടുണ്ടോ? എന്ത് ചെയ്യുന്ന പറഞ്ഞേ? അദ്ദേഹം ഉദ്യോഗസ്ഥരോട് കയർക്കുന്നുണ്ട്, ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. ഭീഷണിയൊന്നുമല്ല, ന്യായമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭീഷണിയില്ല. ഓക്കെ, അപ്പോ നിലമ്പൂരിൽ ഇനി ഈ വിഷയം UDF ഉന്നയിക്കുമോ? ഇതുൾപ്പെടെ ചർച്ച ചെയ്യും. സർക്കാരിന്റെ അധികാര ദുർവിനിയോഗം, ആഭ്യന്തര വകുപ്പിന്റെ പരാജയം, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തന്നെ അതാണുള്ള വിഷയം. പോലീസിന്റെ രാഷ്ട്രീയവൽക്കരണം, അതാണ് വിഷയം. അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പോ വാർത്താ സമ്മേളനം താങ്കൾ വിളിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ വിഷയങ്ങളിൽ ഉൾപ്പെടെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് നമ്മളോട് സംസാരിച്ചത്. അധികാര ദുർവിനിയോഗം നടത്തുന്നു എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പോലീസിനെ ഉപയോഗിക്കുന്നു, അധികാര ദുർവിനിയോഗം നടത്തുന്നു എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും വലിയ വിഷയമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് ഉയർന്നു വരും എന്നതിന്റെ സൂചനകൾ തന്നെയാണ് KPCC അധ്യക്ഷൻ നൽകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പൂർണ്ണ പിന്തുണയുണ്ട്. രാഹുൽ അങ്ങനെ ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിച്ചത്, അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചത് ഒരു സ്വാഭാവിക പ്രതികരണം എന്ന നിലയിൽ മാത്രമേ UDF കാണുന്നുള്ളൂ. അതിനപ്പുറം ഈ വിഷയം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്താൻ തന്നെ തീരുമാനിക്കുന്നു. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി ഉയർത്തിവിട്ട ജമാഅത്തെ വിഷയവുമായി, അല്ലെങ്കിൽ കൂടുതൽ ശക്തമാക്കിയ ജമാഅത്തെ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് മാറി ഒരുപക്ഷെ ഇന്ന് ഈ പരിശോധനയും പെട്ടി വിവാദവും നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ചർച്ചയാകാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.